भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. എന്നെ കമ്മിസ് അപ്പോൾ ഞാൻ നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളതും ഇഷ്ടമാവുന്നതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എപ്പിസോഡ് 12 ആണ്. അപ്പോൾ അതുപോലെ തന്നെ ലെങ്ത് കുറവാണെന്നറിയാമല്ലോ. അതിൻ്റെ കാര്യത്തിലൊന്ന് ക്ഷമിക്കണം. റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫോണിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളുമാണ്. പിന്നെ സാറ്റർഡേ തന്നെ എപ്പിസോഡ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല സൺഡേ ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ഞാൻ സാറ്റർഡേ തന്നെ ഇടാൻ ശ്രമിക്കാം. തീർന്നു കഴിഞ്ഞാൽ എന്തായാലും സാറ്റർഡേ തന്നെ ഇടും. ഇല്ലെങ്കിൽ മേ ബി സൺഡേ ആവുമായിരിക്കും. അതുകൂടെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് രേഷ്മ എന്തോ പ്രിയോട് പറയാനായിട്ട് വന്നതാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ അറിയാം. ഒരുപാട് പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോകാം. എടാ, അതെനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതിനെന്നാടാ പറഞ്ഞു? എടാ, അത് മറ്റേ നീരവില്ലേ, ഞാനും അവനും റിലേഷൻഷിപ്പിലായി. രേഷ്മ, നീ എന്താ ഈ പറയണേ? എടാ നിക്ക്. എടാ, അതെനിക്കൊരു പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട്. എടാ, എന്ത് പ്ലാനായാലും നീ ഇന്നലെ വൃന്ദ പറഞ്ഞ കാര്യം മറന്നോ? എന്ത് പറഞ്ഞു എന്ന്? ആ, അതും മറന്നോ? എന്നാ ശരി, കേട്ടോ. എടാ വൃന്ദ, എനിക്കൊരു ഡൗട്ടേ. ഈ വന്ന ടൈമിൽ വന്ന ആളെന്ന് പറഞ്ഞപ്പം ഐ തിങ്ക് ഡൗട്ടാണ്, ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല. എന്നാലും അത് നീരവാണോ? അതിങ്ങനെ നിനക്ക് മനസ്സിലായി? അപ്പോൾ അവനാണെന്നാണോ നീ പറഞ്ഞു പറഞ്ഞേ? അത് പിന്നെ ഇത് പിന്നെ ഒന്നുമില്ല. സത്യം പറ, അവനല്ലേ? നീരവാണ്. അവനോട് പറയല്ലേ? ഓ, നമ്മളായിട്ട് പറയൂലേ, നീ ആയിട്ട് പോയി പറഞ്ഞാൽ മതി. ആഹാ, കൊള്ളാലോ. ശരി, നടക്കട്ടെ. ഞങ്ങൾ കട്ട സപ്പോർട്ടുണ്ട് നിന്റെ കൂടെ. ശരി, ടൈം ആവട്ടെ, ഞാൻ ആലോചിക്കാം. എടാ, ഇത്രയായിട്ട് നീ ചെയ്യുന്ന ശരിയല്ലാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്നലെ അവള് പറഞ്ഞപ്പം നിനക്കിത് പറഞ്ഞുകൂടായിരുന്നു. എങ്കിൽ പിന്നെ എടാ, ഇത് നീ ഉദ്ദേശിച്ച പോലെ അല്ല. കാര്യം മനസ്സിലാക്കൊരു പ്ലാൻ ഉണ്ട്. ഞാൻ ആ ഒരു ഇതിൻ്റെ പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാ പറ, എന്താ പ്ലാൻ? ഇത് അവനറിയോ? പ്ലാനൊക്കെ അവനറിയാം, അതുകൊണ്ടല്ലേ ഇത് സമ്മതിച്ചേ. നീ എന്താ ഈ പറയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, നീ കാര്യത്തിലോട്ടോ. പ്ലാൻ എന്താ? അത് പിന്നെ ഭഗത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാ ഞാനും നീരവും സെറ്റാവാന്ന് വിചാരിച്ച. ഞാനിത് അവനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയില്ലേ, അത് ഞാൻ നീരവനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാനിലോട്ട് വന്ന് എത്തിയത്. അപ്പോൾ അവൻ സമ്മതിച്ചു. അവൻ പറഞ്ഞു, അതിനെന്താ, അഭിനയിച്ചാൽ പോരെ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് റിലേഷൻഷിപ്പിലായിട്ട് ഉള്ളതുപോലെ അഭിനയിക്കുന്നു, ഭഗത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? എടാ, പക്ഷെ ഇത് ശരിയാവോ? ലാസ്റ്റ് പ്രശ്നമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ നോക്കാം. ശരി, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാം. ഓക്കേടാ, ശരി. ആ അശ്വിനി, എടാ, സ്പോർട്സ് ഡേയുടെ ഡേറ്റ് വന്നു കേട്ട്. എന്നാ? ഓ, അത് വരുന്ന നെക്സ്റ്റ് മൺഡേ. എന്നാ സ്പോർട്സ് ആനിവേഴ്സറി. ഓ, അപ്പോൾ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ. ആ, പാട്ടുകാരനും തൊഴുത്തൊക്കെ വരുമായിരിക്കും. ആ, സ്പോർട്സ് ഡേ അല്ലേ, അവർക്കും കാണത്തില്ലേ? വരുമായിരിക്കും, നമുക്ക് നോക്കാം. എന്താ പ്രത്യേകിച്ച് പാട്ടുകാരനെ ചോദിച്ച്? എന്താ, നേരിട്ട് പോയി വല്ലതും പറയാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഞാൻ വെറുതെ ചോദിച്ചതാ. അത് വിട്ടേ. ശരി, വേഗം പറഞ്ഞാൽ നിനക്ക്. അയ്യടാ, എനിക്ക് പറയാൻ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഇരുന്നേ. ശരി, വാ, ഫുഡ് കഴിക്കാൻ വാ, ബ്രേക്ക് ആയില്ലേ. അശ്വിനി, എന്നായി? ഗ്രൗണ്ടിലേക്ക് പോകാൻ ടൈമായോ? ഓ, അത് അവർ വിളിക്കും. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും വന്ന് നമ്മളോട് പറയും. അപ്പോഴാണ് നമുക്ക് താഴെ പോകുന്നത്. എന്താണ് ഒരു പ്രത്യേക സന്തോഷം? അങ്ങനെയൊന്നുമില്ല, ഒന്ന് പോയേ, താഴെ പോകണം, അത്ര തന്നെ, വേറെ. എടാ, എല്ലാവരെയും താഴേക്ക് വിളിക്കുന്നു, ചെല്ലാൻ പറഞ്ഞേ. എന്താണ്, കുറേ നേരമായല്ലോ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നതാണെന്ന്. ഒരു ഐ കോണ്ടാക്ട് ഒക്കെ അങ്ങ് വെച്ചുകൂടി? അങ്ങനൊന്നുമില്ല, ഐ കോണ്ടാക്ട് അതൊന്നും ശരിയാവില്ല. ശരി, വേഗം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം.
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. നീ എന്താ ഈ പറയണ? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ നോക്കി, അത്ര തന്നെ, കൂടുതലൊന്നുമില്ല. ശരി ശരി, നടക്കട്ടെ. അയ്യോ, എന്താ ഇപ്പം സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? അശ്വൻ പാട്ടുകാരെ പിടിച്ചതിനെ മേത്തോട്ട് തള്ളി. അതെയല്ലേ? ഷോ, ഭാഗ്യം അങ്ങനെ അവിടെ പിടിച്ചു തന്നുകൊണ്ട് എൻ്റെ മേത്തോടെ വീടില്ല, അല്ലെങ്കിൽ അത് മതി. അയ്യോ, സ്കൂൾ ബസ്സിന് ടൈമായി, ഞാൻ വേഗം പോട്ടെ. എന്താ നിങ്ങളെ വീണ്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കായോ? നീ ഋഷിയും തമ്മിൽ എന്താ കാര്യം? അത് പിന്നെ അപ്പോൾ മിസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഇടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അതായത് സാറ്റർഡേ തന്നെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് ഉടനെ ഉണ്ടാവത്തില്ല. ഞാനത് ഓൾറെഡി റീസൺ പറയാം. ഇനി പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ, പിന്നെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ച അപ്പോൾ ഉണ്ടാവത്തില്ല. മാക്സിമം അതിൻ്റെ അടുത്ത ആഴ്ച 2 എപ്പിസോഡ് ഇടാൻ ഞാൻ നോക്കാം. സാറ്റർഡേ സൺഡേ ഞാൻ നോക്കാം, ഉറപ്പ് പറയുന്നില്ല, എങ്കിലും ശ്രമിക്കാം മിസ്സേ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നുള്ളത്, എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കംസാമിത.